മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് പോലീസിനോട് കാലു പിടിച്ച് പറഞ്ഞതാണ്. എന്നിട്ടും അവരെ കള്ളിയാക്കി സ്റ്റേഷനിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു. തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ബിന്ദു ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തന്നെ മാനസികമായി വേട്ടയാടുകയും കള്ളിയാക്കാൻ നോക്കുകയും ചെയ്ത പോലീസുകാരെ ആ യുവതി അങ്ങനെ മറക്കില്ല. പോലീസ് ക്രൂരതയുടെ ഭീകരത നേരിട്ടറിഞ്ഞതാണ് ബിന്ദു. ദളിത് യുവതിക്കെതിരെ പേരൂർക്കട പോലീസ് ചുമത്തിയ മാലമോഷണ കുറ്റം നുണക്കഥയെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പോലീസുകാർക്ക് പുറമെ അന്നത്തെ SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. അമ്പലമുക്ക് സ്വദേശിയായ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത്. വീട്ടിൽ നിന്നും മാല മോഷണം പോയെന്നും അത് വീടിന് പിന്നിലെ മാലിന്യക്കൂനയിൽ നിന്നും കണ്ടെത്തിയെന്നും മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യക്കൂനയിൽ ഉപേക്ഷിച്ചതാണെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇത് പോലീസ് ബോധപൂർവം ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വീട്ടുടമയായ ഓമന ഡാനിയലിന് മറവി പ്രശ്നമുണ്ട്. കാണാതായ മാല ഇവർ വീടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. വീട്ടിനുള്ളിലെ സോഫയ്ക്ക് സമീപത്ത് വെച്ച് മാല പിന്നീട് കണ്ടെത്തി. ഇത് മറച്ചുവെച്ചായിരുന്നു പോലീസിന്റെ കള്ളക്കഥ. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത്. വെള്ളവും ഭക്ഷണവും നൽകാതെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. വീട്ടിൽ നിന്നും മാല കിട്ടിയതോടെ അടുത്ത ദിവസം ഉച്ചയോടെ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ മെനഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ CPOമാരായ പ്രസാദ്, പ്രസന്നൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.